Hi friends, എല്ലാ കൂട്ടുകാർക്കും ടിപ്സ് ഫോർ ഹാപ്പി ലൈഫിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഗിവവേയുടെ സെക്കൻഡ് വീഡിയോ കൂടിയാണ് കേട്ടോ. അങ്ങനത്തെ ഒരു സ്പെഷ്യാലിറ്റി കൂടിയുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾക്കായിട്ട് ഒരു ക്വസ്റ്റ്യൻ ഇതിൻ്റെ അകത്തുണ്ട്. പ്രോഡക്റ്റ് റിവ്യൂ ആണ്. ഇതിപ്പോൾ ഞങ്ങൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ചൊരു പ്രോഡക്റ്റ് ആണ്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് നോസി നോസ് ക്ലിപ്പ് ആണ്. ഇത് മാസ്ക് ഉപയോഗിക്കുന്നവരും അതേസമയം ഗ്ലാസ് ഉപയോഗിക്കുന്ന ആൾക്കാർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അവർക്ക് ഫോഗ് കയറിയിട്ട് കണ്ണ് കാണാൻ പാടില്ലാത്ത അവസ്ഥയൊക്കെ വരാറുണ്ട്. ഇപ്പോൾ യാത്രയിലാണെങ്കിലും അല്ലെങ്കിൽ ഓഫീസിലാണെങ്കിലും ഒക്കെ അതൊരു ബുദ്ധിമുട്ടാവാറുണ്ട്. അപ്പോൾ നമുക്ക് കാഴ്ച നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ വരാറുണ്ട്, ടെമ്പററി ആയിട്ടാണെങ്കിലും. അതിനൊരു പരിഹാരമാണ്. ഞാനിപ്പോൾ പത്രം വായിക്കുമ്പോൾ ഞാൻ കണ്ണട യൂസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ കണ്ണട യൂസ് ചെയ്യുമ്പോൾ നമ്മൾ മാസ്ക് വെച്ചും പുറത്ത് പോവുകയും കാര്യങ്ങളും ചെയ്യുമ്പോൾ ഞാൻ പെർമനൻ്റ് ആയിട്ട് കണ്ണട യൂസ് ചെയ്യുന്ന ആളല്ല. അപ്പോൾ നമ്മൾ വല്ല ഷോപ്പിലോ വല്ലയിടത്തൊക്കെ കയറാണെങ്കിൽ ഷോപ്പിൽ കയറി കഴിയുമ്പോൾ നമ്മൾ വല്ല പർച്ചേസ് ചെയ്യുക വല്ലതും ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഭൂരിഭാഗവും കാർഡാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ ഞാൻ കണ്ണട വെച്ചിട്ടാണ് അതെല്ലാം നോക്കാറും അതുപോലെ പിന്നടിച്ചു കൊടുക്കലും. അപ്പോൾ അങ്ങനെ നമ്മൾ കണ്ണട വയ്ക്കുമ്പോൾ നമ്മൾ ഓൾറെഡി മാസ്ക് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ മാസ്ക് വെച്ചും നമ്മൾ കണ്ണട വയ്ക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ശ്വസിക്കുമ്പോൾ തന്നെ ആ നിശ്വാസത്തിൻ്റെ ആവി ഇതുമ്മ വന്ന് അടിച്ചിട്ട് നമ്മളിത് ആകെ മൂടിപ്പോകും. അപ്പോൾ നമുക്ക് ശരിക്കും കാണാൻ പറ്റാത്തൊരവസ്ഥ വരും. അപ്പോൾ അതിന് നമ്മളിപ്പോൾ എന്ത് പരിഹാരം ഉണ്ടെന്ന് നമ്മളിങ്ങനെ നോക്കി നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് വന്നപ്പോൾ നമുക്കൊരു ക്ലിപ്പ് പോലെ പിടിപ്പിക്കാവുന്ന ഒരു സാധനം കിട്ടി. ഉള്ളിൽ ഇതുപോലെ 2 ക്ലിപ്പ് പോലെ നമുക്ക് ഇവിടെ പിടിപ്പിക്കാം. അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ ഇത് പിടിപ്പിക്കാമെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഒരെണ്ണം എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ഉള്ളിൽ മടക്കി വെക്കേണ്ട സാധനം, ക്ലിപ്പ് പോലെ പിടിപ്പിക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ മുകളിലൊരു പേപ്പറുണ്ട്. നമ്മൾ ഈ പേപ്പറോടുകൂടി ഈ വെള്ളത്തിൽ ഇതിപ്പോൾ ഒരു 60 ഡിഗ്രി സെൽഷ്യസ് ഉള്ള വെള്ളമാണ്. അപ്പോൾ നമ്മൾ ചൂടാക്കിയിട്ട് ഈ കുമിള വരുന്ന ഒരു ഭാഗം അപ്പോൾ അത് കൊണ്ടുവന്ന് വെച്ചിട്ട് കുറച്ച് സമയമായി. അപ്പോൾ നമ്മളൊരു 10 സെക്കൻഡ് ഇത് മുക്കി പിടിക്കുക. ഓവർ ചൂടിൽ മുക്കിയാൽ ഇത് പെട്ടെന്ന് ഇതായി പോകും. നമുക്കിത് ചെറുതായിട്ട് കൈ പൊള്ളണ ചൂടുണ്ട്. നമുക്കിനി ഇത് മാസ്കാണ്, ഇവിടെയാണ് നമുക്കിത് സെറ്റ് ചെയ്യേണ്ടത്. ഇതിൻ്റെ പകുതി അപ്പുറത്തേക്കും പകുതി ഉള്ളിലേക്കും മടക്കി വയ്ക്കാവുന്ന രീതിയിൽ ശരിക്കും പ്രസ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം നമ്മൾ ആ പുറത്തെ പേപ്പർ റിമൂവ് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ ക്ലിപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലിപ്പ് സെറ്റ് ചെയ്ത് ഇനി നമുക്ക് വെച്ച് നോക്കാം. ഇനി നമ്മൾ ഇങ്ങനെ പ്രസ് ചെയ്തൊന്ന് പിടിക്കാം. ഇത് ക്ലിപ്പായിട്ടിരിപ്പുണ്ട്. ഇനി നമ്മൾ സംസാരിച്ച ഇതിൻ്റെ ആ ഫോഗ് വരില്ല. നമുക്ക് നോക്കാം. ഇനിയിപ്പം നമ്മൾ സംസാരിക്കുകയോ നമ്മൾ പത്രം വായിക്കുകയോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് കാര്യമായിട്ട് ഫോഗും കാര്യങ്ങളും ഗ്ലാസ്സിലേക്ക് കയറില്ല. ഒരു പ്രാവശ്യം നമ്മളിപ്പോൾ ഇത് യൂസ് ചെയ്തു. ഇതിപ്പോൾ വാഷ് ചെയ്യണ മാസ്കാണ്. അപ്പോൾ നമുക്കിത് വീണ്ടും ഇത് വാഷ് ചെയ്ത് നമ്മൾ കൈക്ക് വാഷ് ചെയ്തെടുത്താലും ഇതിന് കാര്യമായിട്ടൊന്നും സംഭവിക്കില്ല. ഷേപ്പൊന്നും പോവുകയോ കാര്യങ്ങളൊന്നും ചെയ്യില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു കാരണവശാൽ ഇതിന് ഈ ഷേപ്പിന് വ്യത്യാസം വന്നാൽ നമുക്ക് വീണ്ടും ഇത് നമുക്കൊന്ന് ചൂടുവെള്ളത്തിൽ നേരത്തെ നമ്മൾ മുക്കിയ മാതിരി ഒന്ന് മുക്കിയിട്ട് വീണ്ടും ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് നമുക്ക് വെക്കാം. അപ്പോൾ നമുക്ക് വീണ്ടും യൂസ് ചെയ്യാം. എങ്ങനെയാണ് നമ്മുടെ നോസി ക്ലിപ്പ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ ഇതാണ്: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാസ്ക് ഏതാണ്? നോർമൽ ടൈപ്പ്, അതായത് ക്ലോത്ത് ടൈപ്പ് മാസ്ക് ആണോ, ഫാബ്രിക് ടൈപ്പ് മാസ്ക് ആണോ, അതോ ഡിസ്പോസിബിൾ മാസ്ക് ആണോ നിങ്ങൾക്ക് കൂടുതൽ ധരിക്കാൻ ഇഷ്ടം? കൂടുതൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏതാണെന്നാണ് അറിയാൻ ആഗ്രഹം കേട്ടോ. എനിക്ക് പേഴ്സണലി പറയാനാണെങ്കിൽ ഫാബ്രിക് ടൈപ്പ് മാസ്ക് ആണ് കൂടുതൽ ഇഷ്ടം. നമ്മുടെ ചാനലിൽ ഇപ്പോൾ നടക്കുന്ന ഗിവ്വേ 2 പേർക്കാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത്. പക്ഷെ നെക്സ്റ്റ് മാസം നമ്മൾ അതിലേക്കാളും കൂട്ടും. അപ്പോൾ നിങ്ങളുടെ പ്രതികരണവും കാര്യങ്ങളും അനുസരിച്ചാണ്. നിങ്ങൾ കൂടുതൽ പേര് കമന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ കൂടുതലായിട്ട് ഗിവ്വേ വെക്കുന്നതാണ്. അതുകൊണ്ട് മാക്സിമം നിങ്ങളിത് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കമന്റ് കാണാം. അപ്പോൾ കമന്റ് ചെയ്ത് നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യുക. നമ്മുടെ ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ആയിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഗിവവേയുടെ ഫസ്റ്റ് വീഡിയോ കാണാത്തവർ ആ വീഡിയോ കൂടി കാണുക. വീഡിയോയുടെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെക്കാം.
അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.